ഏറെ നാളായി അഭ്യൂഹങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നതിൽ ആ കാര്യത്തിൽ അവസാനം ഇന്നൊരു തീരുമാനമുണ്ടാവും. നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പേര് പറയുമെങ്കിലും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ തന്നെ പേരിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും. കെ സുരേന്ദ്രൻ തുടരും എന്ന ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ പുതിയ നടപടികളിലേക്ക് കടക്കുന്നു എന്നൊരു പ്രതീതിയും ഉണ്ടാവുന്നുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്യന്തം സസ്പെൻസ് നിറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ. കെ സുരേന്ദ്രൻ തുടരുമെന്നും അതല്ല രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായി എത്തുമെന്നുമുള്ള ചർച്ചകളാണ് ഏറെ സജീവമായി നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കെ സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ കാലാവധി നീട്ടിയാൽ മതി, വിജ്ഞാപനം ഇറക്കേണ്ടതില്ലായിരുന്നു എന്ന് എതിർചേരി വിലയിരുത്തുന്നു. അതായത് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ മാറുമെന്ന് തന്നെയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായാണ് വിജ്ഞാപനം ഇറക്കിയതെന്നും അധ്യക്ഷ പദവിയിൽ നിന്ന് സുരേന്ദ്രൻ ഒഴിയേണ്ടി വരില്ലെന്നും അദ്ദേഹത്തിന്റെ അനുകൂലികൾ പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി എത്തും എന്നതിൽ കാര്യമായ ചർച്ച BJP സംസ്ഥാന ഘടകത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ തെല്ലൊന്ന് അമ്പരിപ്പിച്ചു തന്നെയാണ് രാജീവ് സ്ഥാനാർത്ഥിയായി എത്തിയത്. പ്രസിഡന്റ് പദത്തിലേക്കും രാജീവ് നിശബ്ദമായി നീക്കം നടത്തുന്നു എന്ന് കരുതുന്നവരുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടു. V മുരളീധരൻ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചേക്കും. RSSൽ നിന്ന് അധ്യക്ഷൻ എത്തുമെന്ന് കരുതുന്ന പ്രവർത്തകരുമുണ്ട്. ഏതായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുണ്ടാകില്ല. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് നോമിനേഷനായി പോകും. ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. News 18 തിരുവനന്തപുരം. PV വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, നമ്മൾ ഇത് 4-5 തവണയായി ഈ BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ഇതുപോലെ തന്നെ നമ്മൾ രാവിലെയിൽ സംസാരിക്കുന്നു. എന്തായാലും അഭ്യൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ അവസാനം ഇന്നത്തെ ദിവസം അറിയാം ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്നറിയാം. ഊഹാപോഹങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല എങ്കിൽ പോലും. പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായൊരു കാര്യം, കെ സുരേന്ദ്രൻ തന്നെ വരുമെങ്കിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇത്ര സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഇവിടെ താമസം ഇങ്ങോട്ട് മാറ്റുന്നതും? ഒരു വേള അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, എനിക്ക് സംസ്ഥാന അധ്യക്ഷനാവുന്നതിൽ വിരോധമില്ല എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഒന്നും അറിയാതെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്നുകിൽ സുരേന്ദ്രൻ തുടരും, അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ഒരു തരത്തിലേക്ക് അവസാന നിമിഷം ചർച്ചകൾ മാറുന്നുണ്ടോ? ശ്രീജ, സുരേന്ദ്രനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ക്രമാനുഗതമായി സംസ്ഥാനത്ത് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിച്ച ഒരു കാര്യമുണ്ട്. സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുമ്പോൾ ഒരുപക്ഷെ V മുരളീധരന്റെ കാലത്ത് തുടങ്ങിയ ഒരു പ്രവണതയാണ്. അത് ക്രമാനുഗതമായി 4%, 5% വോട്ട് വിഹിതം എന്നത് ഏതാണ്ട് 18-20% BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. മാത്രമല്ല തുടർച്ചയായി ചില മണ്ഡലങ്ങളിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊരു തുടർച്ചയുണ്ട്. എവിടെയെങ്കിലും സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ അത് വോട്ട് വിഹിതം താഴേക്ക് പോകുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരത്ത് 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചു പോകുന്നത്. മാത്രമല്ല തൃശൂരിലെ വിജയം, ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു താരപ്രഭ, അദ്ദേഹത്തിന്റെ ഇടപെടൽ, മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെയാണ് പ്രധാന ഘടകമെങ്കിലും ഈ സുരേന്ദ്രന്റെ ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സജീവമായി പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല LDF UDF നേതൃത്വങ്ങൾക്ക് മറുപടി പറയുന്നത്, ഈ വിവാദങ്ങളിൽ ഇടപെടുന്നത്, കൂടുതൽ അഗ്രസീവായുള്ള സമീപനം, ഒരുപക്ഷെ അതിനു മുൻപ് ശ്രീധരൻ പിള്ളയോ കൃഷ്ണദാസോ ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര രീതിയുമൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധിക്കുന്നതും മറ്റ് മുന്നണികളെ ആക്രമിക്കുന്നതുമായ ഒരു ശൈലിയൊക്കെ സുരേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തുടരട്ടെ, ഇപ്പോഴത്തെ ഒരു ടെമ്പോ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളുണ്ട്. അത് സുരേന്ദ്രന് അനുകൂലമായ ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഒരു നേതൃമാറ്റം എന്തിന് എന്ന ഒരു ചോദ്യം വരുന്നു. അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ സുരേന്ദ്രനെ മാറ്റി പുതിയ പ്രസിഡന്റ്, 5 വർഷമാണ് സുരേന്ദ്രനായിട്ടുള്ളത്, 6 വർഷമാണ്, 2 ടേം ആകണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രന് സമയം നീട്ടിക്കൊടുക്കാം. ആ തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ BJPയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലും വളരെ സജീവമായി സുരേന്ദ്രൻ ഇടപെടുകയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
ജില്ലാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതടക്കമുള്ള പരിപാടികളിൽ സുരേന്ദ്രൻ സജീവമായിരുന്നു. ഇതെല്ലാം തന്നെയാണ് സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെയും ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചില അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തുന്നത് എന്തിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നതാണ്. സ്വാഭാവികമായും അത് പാർട്ടി നടപടിയായി ആണ് എന്ന് വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കണ്ടു പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത്തരം സാങ്കേതിക നടപടികളിലേക്ക് കടക്കണമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല സുരേന്ദ്രന് സമയം നീട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നുണ്ടായാൽ ആ കാര്യം അവിടെ അവസാനിക്കുന്നതാണ്. എന്നാൽ കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയും അത് കോർ കമ്മിറ്റി ചേരുകയും അവിടെ പേര് നിശ്ചയിക്കുകയും പിന്നീട് സാങ്കേതികമായി ഈ പേര് സംസ്ഥാന കൌൺസിലിൽ അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന കൌൺസിലിൽ അവതരിപ്പിക്കുകയും പിന്നീട് ഇത് കേന്ദ്രത്തിലേക്ക് അയക്കുകയും ആ പേര് ഔദ്യോഗികമായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പൂർണ്ണമായും ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് എന്തിനു പോകുന്നു? സുരേന്ദ്രനാണെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ വേണ്ടതുണ്ടോ എന്ന ഒരു സംശയവും ചിന്തയുമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വളരെ സജീവമാണ്. മാത്രമല്ല സംസ്ഥാനത്തെ പല നേതാക്കളുമായി അദ്ദേഹം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സമയത്ത് അദ്ദേഹത്തെ അവതരിപ്പിച്ച രീതി, നിർമ്മലാ സീതാരാമന്റെ പേര് ഉൾപ്പെടെ പല പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കും, വി മുരളീധരൻ ഒരുപക്ഷെ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, തൃശൂരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് വന്നേക്കും, വി രാജേഷ് മത്സരിക്കും. അങ്ങനെ പല പേരുകൾ, അല്ലെങ്കിൽ RSSൽ നിന്നൊരു മുഖം, സിനിമയിൽ നിന്നൊരു മുഖം, അങ്ങനെ പല പേരുകൾ ഉയർന്നു കേട്ടൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഏറ്റവും ഒടുവിൽ വളരെ നിശബ്ദമായി ഇവിടെ പറന്നിറങ്ങിയത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടനം കണ്ടതാണ്. ഒരുപക്ഷെ ശശി തരൂർ പോലും വിചാരിച്ചതിനേക്കാൾ വലിയ വോട്ട് വിഹിതം നേടി രാജീവ് ചന്ദ്രശേഖർ UDFനെ വിറപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത്. 3 മണ്ഡലങ്ങളിൽ BJP ലീഡ് നേടുകയും ചെയ്തു. ആ തരത്തിൽ ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ നിശബ്ദമായി രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. പക്ഷേ തീരുമാനം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വരും എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന BJPയിൽ വലിയ മാറ്റമാണ്, വലിയൊരു ധ്രുവീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. കാരണം പരമ്പരാഗതമായി നിന്ന കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങൾ പിന്നീട് മുരളീധരനും സുരേന്ദ്രനും രണ്ടു വഴിക്ക് നീങ്ങി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എങ്കിൽ തന്നെയും കാലങ്ങളായി നിൽക്കുന്ന രണ്ട് ദ്വന്ദ്വങ്ങളാണ് ഈ മുരളീധര പക്ഷവും അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷവും. അതിനൊരു മാറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത്. പിന്നൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. BJPയുടെ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഉള്ള ഒരു നയമാണ് വനിതാ പ്രാതിനിധ്യം. അങ്ങനെ വനിതാ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം നൽകുകയും സുരേഷ് ഗോപി അടക്കമുള്ളവർ ശോഭയ്ക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തി, അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്ന നേരത്തെ. ഏതായിരുന്നാലും അങ്ങനെ ശോഭാ സുരേന്ദ്രന് വനിതാ പ്രാതിനിധ്യം എന്ന പരിഗണനയും ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിത എന്ന കാര്യം കൂടി പരിഗണിച്ചാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് നറുക്ക് വീഴും. അവർക്കും അങ്ങനെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്താനുള്ള ആഗ്രഹമുണ്ട്. തീപ്പൊരി പ്രസംഗകയാണ്. ദീർഘകാലമായി BJP പ്രവർത്തിക്കുകയും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വോട്ട് നേടുകയും ചെയ്യുന്ന വളരെ കരുത്തുറ്റ ഒരു വനിത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരും വളരെ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പേര് MD രമേശാണ്. വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൃഷ്ണദാസ് പക്ഷത്തോടാണെങ്കിൽ കൂടിയും അങ്ങനെ മറ്റുള്ള ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിനോ ഒക്കെ പോകാത്ത, എന്നാൽ സംഘടനാ സംവിധാനത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന, കാർക്കശ്യമുള്ള സംഘടനാ കാര്യങ്ങളിൽ വളരെ കാർക്കശ്യമുള്ള വ്യക്തിയാണ് MD രമേശ്. അദ്ദേഹം ഒരുപക്ഷെ ഒരു സാത്വികനാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു അതിശയമില്ല. പക്ഷേ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലാകട്ടെ, മുൻപ് പിന്നീട് സംഘടനാ സംവിധാനത്തിലാകട്ടെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, അതിലെല്ലാം തന്നെ അതിശക്തമായി BJPക്ക് വേണ്ടി നിലയുറച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സമവായം എന്ന നിലയിൽ ഒരുപക്ഷെ സുരേന്ദ്രന് മാറേണ്ടി വന്നാൽ മറ്റൊരു പേര് സുരേന്ദ്ര വിഭാഗമോ അല്ലെങ്കിൽ മുരളീധര വിഭാഗമോ ഒക്കെ തന്നെ പിന്തുണയ്ക്കുന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ രമേശ് ആകട്ടെ എന്ന കാര്യത്തിൽ അവർക്ക് പോലും ഒരു എതിർപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതായത് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് MD രമേശ് വന്നാൽ പോലും
അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡൽഹി ബന്ധങ്ങൾ അങ്ങനെ അത്ര കണ്ട് ഡൽഹിയിൽ വലിയ കോൺടാക്ട് ഉണ്ടാക്കാത്ത ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എന്നാൽ കേന്ദ്ര നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്. പക്ഷെ തുടർച്ചയായി ഇങ്ങനെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ അത് കൃത്യമായി പറയുന്നുണ്ട്. ഏതായിരുന്നാലും കോർ കമ്മിറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആരാകും അധ്യക്ഷൻ എന്ന കാര്യത്തിൽ വ്യക്തത വരും. ശ്രീജ, തീർച്ചയായും വിനോദ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ആകാംക്ഷയ്ക്കും ഉദ്വേഗത്തിനുമൊക്കെ ആയുസ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് ഇന്നറിയാം. ഇന്ന് കോർ കമ്മിറ്റിയിൽ നോമിനേഷൻ നൽകും. ആരാണ് പുതിയ പ്രസിഡന്റ് ആവുന്നത്? അങ്ങനെ ഒരൊറ്റ നോമിനേഷൻ മാത്രമേ അതിൽ വരാൻ സാധ്യതയുള്ളൂ. അത് കാരണം ആ നോമിനേഷൻ വരുമ്പോൾ ആരാണോ നോമിനേഷൻ നൽകുന്നത് അയാളാണ് സംസ്ഥാന BJPയുടെ പുതിയ പ്രസിഡന്റ് എന്നറിയാം. നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്.